ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാംസ് വണ്ടർലസ്റ്റ്. നമ്മൾ കുട്ടികളെ കൊണ്ട് ട്രിപ്പ് പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൽ മെയിൻ ആയിരുന്നു ബാഗ്സ്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയ കുറച്ച് ബാഗ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ബാഗ് അല്ല, ഒരു പാസ്പോർട്ട് ഹോൾഡറാണ്. പക്ഷെ നമുക്ക് എയർപോർട്ടിൽ ഏറ്റവും കൂടുതൽ യൂസ് വന്നത് ഇതാണ് കേട്ടോ. ഇതൊരു ഫാമിലി പാസ്പോർട്ട് ഹോൾഡറാണ്. നമുക്ക് 4 പാസ്പോർട്ട് വെക്കാൻ പറ്റും. ഞങ്ങൾ 4 പേരാണല്ലോ ട്രിപ്പിന് പോയത്. അതിൻ്റെ കൂടെ ബോർഡിംഗ് പാസ് വെക്കാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. നമ്മൾ മൊത്തം 4 ഫ്ലൈറ്റ് എടുത്തിരുന്നു. അപ്പോൾ ബോർഡിംഗ് പാസ് ഒക്കെ ആയിട്ട് 4 പേരുടെ കുറച്ച് അധികം ഉണ്ടാവും. അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ പ്രയോറിറ്റി പാസ്, ഇതെല്ലാം വെക്കാനായിട്ടുള്ള നല്ല സ്പേസ് ഉണ്ട്. ഇതെന്താ ഹെൽപ്ഫുൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടികളെയും ക്യാരി ചെയ്ത് പോകുമ്പം നമ്മുടെ കയ്യിൽ ഈ പാസ്പോർട്ടും ബോർഡിംഗ് പാസ്സൊക്കെ ഹോൾഡ് ചെയ്യാൻ കുറച്ച് ടഫാണ്. ആ സമയത്ത് നമുക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. ഇത് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. നമുക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഒരു ബേബി ക്യാരിയർ ബാഗാണ് കേട്ടോ. ഞാൻ കുറച്ചധികം റിസർച്ച് ചെയ്തിട്ട് കിട്ടിയതാണ്. ബഡ് ബേബി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കേട്ടോ. ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് ബേബീനെ ക്യാരി ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. എനിക്കത് വേണ്ടായിരുന്നു. കാര്യം നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ബേബി ക്യാരിയർ കൊണ്ടുപോകും. പക്ഷെ കുട്ടി കളിക്കുന്ന ഒരു സമയത്തൊക്കെ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഇതൊരു വലിയ സംഭവമായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. ഇത് ബേസിക്കലി ഒരു ഷോൾഡർ ബാഗാണ്. നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റിയ, നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു ബാഗാണ്. നമുക്കിപ്പോൾ കുട്ടി കളിക്കുകയോ അല്ലെ എവിടെയെങ്കിലും നിൽക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് സൈഡ് ബാഗായിട്ട് യൂസ് ചെയ്യാം. നോർമൽ ബേബി ബാഗിനേക്കാളും കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ വന്നപ്പോഴാട്ടോ ഞാൻ ഇത് ചൂസ് ചെയ്തത്. ഇത് സ്റ്റൈലിഷ് മാത്രമല്ല, ബഡ് ബേബിയുടെ എല്ലാ പ്രൊഡക്ട്സും അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഞാനിതൊന്ന് ഇട്ട് കാണിച്ചു തരാവേ. ഇതിൽ നമ്മുടെ ഹിപ്പിൽ റൗണ്ട് ചെയ്യുന്ന ബെൽറ്റ് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള ബട്ടൺസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചുമ്മാ ഉള്ള സമയങ്ങളിൽ ഇത് ചാടി പോകത്തില്ല. ഈ വെൽക്രോ വെച്ച് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് ഒന്നും കൂടെ സെക്യൂർ ചെയ്യാനായിട്ട് നമുക്കൊരു ബക്കിൾ ബട്ടൺ ഉണ്ട്. അത് കഴിഞ്ഞ് അത് ലോക്ക് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈഡിങ് വരുന്നത്. നമുക്ക് ഒന്നും കൂടെ സെക്യൂർ ആക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ബെൽറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ക്രോസ് ഇടാം. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഊരിയിട്ട് ക്രോസ് ഇട്ടിട്ട് നമുക്ക് എത്രത്തോളം ടൈറ്റ് ആക്കണോ ആ രീതി അനുസരിച്ച് ടൈറ്റാക്കി വയ്ക്കാവേ. നമുക്കിനി ഇതിൻ്റെ പൗച്ചസ് കാണാവേ. ഇനീഷ്യൽ പൗച്ചായിട്ട് ഇങ്ങനൊരു സ്പേസാണ് വരുന്നത്. നമുക്കിവിടെ ടവൽസൊക്കെ വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിൽ ഒരു സിപ്പർ പൗച്ച്, നോർമലി മൊബൈൽ വെക്കാനുള്ള സ്പേസാണ്. ഇനി വന്നിട്ട് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഞാൻ ബെഡ് ടിഷ്യൂ ആണ് വെക്കാറുള്ളത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എമർജൻസി ഒന്ന് കൊച്ചിനൊന്ന് വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ. പിന്നെ ഇതിനകത്ത് 2 പൗച്ചസാണ്. ഫ്രണ്ടിൽ വരുന്ന ഒരു ബട്ടണാണേ. ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ടവലോ ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം കേട്ടോ. അതിൻ്റെ ബാക്കിൽ ഒരു വലിയ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇത് കാണുന്ന പോലെയല്ല, നല്ല സ്പേഷ്യസ് ആണ്. ഫീഡിങ് ബോട്ടിൽ, സ്നാക്സ് ബോക്സ്, ഡയപ്പർ, ഒരു ജോഡി ഡ്രസ്സ്, ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും കേട്ടോ. നമുക്ക് ഒരു ബേബീനെ ക്യാരി ചെയ്യുമ്പം ഇനീഷ്യലായിട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കൊള്ളുവേ. നമ്മുടെ ഈ ബേബി ക്യാരിയർ ബാഗിനകത്ത് കുട്ടീനെ നമ്മൾ ഇരുത്തേണ്ട പ്ലേസ് ചെയ്താട്ടോ. അപ്പോൾ നമ്മുടെ ബെൽറ്റ് നമ്മുടെ ബെല്ലിയുടെ അവിടെ ടൈറ്റ് ചെയ്ത് വെക്കണേ. നമുക്ക് കുഞ്ഞിനെ നമ്മുടെ ഫേസ് ചെയ്ത് സൈഡിൽ ഇരുത്താം, അതുപോലെ പുറത്തേക്ക് ഫേസ് ചെയ്തിരുത്താം. നമ്മളൊരു കൈ കൊണ്ട് ഹോൾഡ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇടാം. അതിനുശേഷം കുഞ്ഞിനെ ഇവിടെ നമ്മുടെ ഫേസ് ചെയ്തിട്ടോ അതുപോലെ ഔട്ടിലോട്ട് ഫേസ് ചെയ്തിട്ടോ ഇരുത്താം കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഉറങ്ങുമൊക്കെ ആണെങ്കിൽ ആളെ ഇവിടെ ഇരുത്തി നമ്മുടെ ഷോൾഡറിലോട്ട് തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കധികം വെയിറ്റ് വരുത്തൂല്ല, കുഞ്ഞ് സേഫായിട്ടൊന്ന് ഉറങ്ങിക്കോളൂ. നമുക്കിത് സ്റ്റൈൽ ചെയ്തിടാവേ സൈഡ് ബാഗായിട്ട്. അതുപോലെ നമുക്ക് സ്റ്റൈൽ ചെയ്തിടണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പിടിക്കാനായിട്ട് ഇവിടെ ഒരു ഹോൾഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡൊക്കെയാണ് ഇത് ക്യാരി ചെയ്യുന്നതെങ്കിൽ ആൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ പിടിക്കുന്നത്. ഇത് കണ്ട ഒരു ബേബി ക്യാരിയർ ബാഗാണെന്ന് പോലും പറയത്തില്ല. ചെറിയൊരു ഹാൻഡ് ബാഗ് പോലെ പിടിച്ചുകൊണ്ട് നടക്കാം. നെക്സ്റ്റ് ബാഗാണ് ബേബി ഡയപ്പർ ബാഗ്. ഇത് പുതിയ ബാഗല്ല കേട്ടോ, ഞാനൊരു 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ബാഗാണ്. സേറെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ഞാൻ വാങ്ങിയതാണ്. നോർമൽ ബാക്ക് ബാഗ് ആയിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കോസ്റ്റ്യൂമിൻ്റെ കൂടെ അത് ഇടാൻ പറ്റില്ല, എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ അത് വർക്കാവില്ല. പിന്നെ ഹസ്ബൻഡ് അടുത്തൊക്കെ പിടിക്കാൻ പറഞ്ഞാൽ ആളത് ഇടത്തൂല്ല. അപ്പോൾ ഇത്തവണ ഞാൻ വാങ്ങിയപ്പോൾ കുറച്ച് വെറൈറ്റി ആയിരിക്കണം, സ്റ്റൈലിഷും ആയിരിക്കണം, അങ്ങനെ ചൂസ് ചെയ്തതാണിത്. ഇത് സൈഡ് ബാഗാണ്, നല്ല സ്പേഷ്യസും ആയിട്ടുള്ള സൈഡ് ബാഗാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ മെയിൻ നമുക്ക് ഇതിൻ്റെ ബാഗിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പൗച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ കുട്ടികൾ യൂസ് ചെയ്തിട്ടുള്ള ഡയപ്പേഴ്സൊക്കെ നമുക്ക് റാപ്പ് ചെയ്ത് ഇവിടെ കീപ്പ് ചെയ്യാവേ. എനിക്ക് ഹൈലൈറ്റ് ചെയ്തായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള പൗച്ചസിലോട്ടൊന്നും വെക്കണ്ട. നമുക്ക് മെയിനായിട്ടുള്ള പൗച്ചസ് കാണാം കേട്ടോ.
ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പൗച്ച്. ഇതിനകത്ത് ഇഷ്ടം പോലെ പോക്കറ്റ്സ് ഉണ്ട്, ചെറിയ ചെറിയ പോക്കറ്റ്സ്, ഡയപ്പേഴ്സ് വെക്കാനുള്ള പോക്കറ്റ്, ഡ്രസ്സ് വെക്കാനുള്ള പോക്കറ്റ്, അതുപോലെ ബോട്ടിൽസ് വെക്കാനുള്ളത്, സ്നാക്സ് വെക്കാനുള്ളത്. നമുക്ക് 2 സിപ്പർ പൗച്ചസും കൂടെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ പുറത്ത് ഫ്രണ്ടിലായിട്ട് വെൽക്രോയുടെ 2 പൗച്ചസ് ഉണ്ട്, മൊബൈലും മണി പേഴ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സൈഡിലും ഇതുപോലെ 2 പൗച്ചസ് ഉണ്ട്, നമുക്ക് ടവൽസും വൈപ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് കൂടാതെ ഇതിൻ്റെ ബാക്കിലും ഒരു പോക്കറ്റ് ഉണ്ട്, അതിനകത്തും ചെറിയ 2 പൗച്ചസ് ഉണ്ട് കേട്ടോ. ഭയങ്കര സൗകര്യമുള്ള ഒരു ബാഗാണ് ഡയപ്പർ ബാഗ്. ഇതിനെ നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്തിട്ട് പോകാം. അതുപോലെ സൈഡും ക്രോസും നമുക്ക് ഇടാം കേട്ടോ. ഇതിൽ മെയിൻ ഹസ്ബൻഡ് എങ്ങനെ ഒന്ന് പിടിക്കേണ്ടി വന്നാലും ആൾക്ക് മടി കൂടാതെ പിടിക്കാൻ പറ്റണം, അങ്ങനെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. നമ്മൾ ട്രിപ്പ് പോകുന്ന ടൈമിൽ നമുക്ക് അതിൻ്റെ വൈബിൻ്റെ ഒപ്പം നിൽക്കും. നമ്മളൊരു ഫംഗ്ഷന് പോകുന്ന ടൈമിൽ നമുക്കത് കൂടെ ക്യാരി ചെയ്യാൻ പറ്റും. എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും നമുക്കിത് വർക്കാകും. നമ്മുടെ ട്രിപ്പിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ട്രോളി ബാഗാണ് കേട്ടോ ഇത് നോർമൽ ട്രോളി ബാഗ് അല്ല, സിറ്റിൻ ട്രോളി ബാഗ്. നമുക്ക് സിപ്പറിന് പകരം ബക്കിൾസ് ആണ് വരുന്നത്. നമ്മുടെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സെബാന് വേണ്ടി വാങ്ങിയതാണിത്. എയർപോർട്ടിൽ സെബാനെ ക്യാരി ചെയ്തെടുക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ ഇത് ഒരുപാട് യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ബ്രാൻഡ് വരുന്നത് അമേരിക്കൻ ടൂറിസ്റ്റർ ആണ്. ഇതിൻ്റെ ക്യാമ്പിൽ ലഗേജ് കാറ്റഗറിയിൽ വരുന്ന ബക്കിൾ ബാഗ്, സിറ്റിൻ ട്രോളി ബാഗ്. ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. എയർപോർട്ടിൽ നമുക്ക് സെബാനെ ക്യാരി ചെയ്യേണ്ടി വന്നിട്ടില്ല. ആൾ ഉറങ്ങുവാണെങ്കിലും ഇതിനകത്ത് ഇരുന്ന് ഉറങ്ങിക്കോളും കേട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാവേ. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 3 കിലോ കേട്ടോ. അപ്പം നമുക്കൊരു എക്സ്ട്രാ 4 കിലോ സാധനം കൂടെ ഇതിനകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ മെയിനായിട്ടും ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് ഇതിനകത്ത് വെച്ചത്. ഇങ്ങനെയായിട്ട് ഇതിനകത്തിരിക്കുന്നേ. ഞാൻ സെബാൻ ഇതിൽ പോകുന്നതിൻ്റെ വീഡിയോ സൈഡിൽ കൊടുക്കാവേ. പുതുതായിട്ട് ട്രിപ്പ് പോകുന്ന ആരെങ്കിലും പുതിയ ട്രോളി ബാഗൊക്കെ വാങ്ങാൻ പോവുകയാണെങ്കിൽ നോർമൽ ട്രോളി ബാഗിനേക്കാൾ 1000-2000 രൂപ കൂടുതലായിരിക്കും. പക്ഷെ 5 വയസ്സൊക്കെയുള്ള കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്. എനിക്കിപ്പോൾ ഇത് സെബാന് യൂസ് ചെയ്യാം, അത് കഴിഞ്ഞ് സേറ വലുതാകുമ്പോൾ ആൾക്കും യൂസ് ചെയ്യാം.